നമസ്കാരം. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൗൺസിലിന്റെ അനൗപചാരിക യോഗത്തിൽ പാകിസ്ഥാനെതിരെ ചോദ്യശരങ്ങളുമായി അംഗരാജ്യങ്ങൾ. പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യ പാക് ബന്ധം വഷളാകുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് 15-അംഗ സെക്യൂരിറ്റി കൗൺസിൽ തിങ്കളാഴ്ച അടച്ചിട്ട മുറിയിൽ യോഗം ചേർന്നത്. ഭീകരാക്രമണവുമായി ബന്ധമില്ലെന്ന പാകിസ്ഥാന്റെ വാദം അംഗീകരിക്കാൻ UN സെക്യൂരിറ്റി കൗൺസിൽ അംഗങ്ങൾ തയ്യാറായില്ലെന്ന് ഉന്നത വൃത്തങ്ങളെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. പാകിസ്ഥാനുമായി ഗാഢബന്ധമുള്ള ഭീകര സംഘടനയായ ലഷ്കർ ഇ തൊയ്ബയ്ക്ക് പഹൽഗാം ആക്രമണവുമായി ബന്ധമുണ്ടോയെന്നും ചോദ്യമുയർന്നു. ഭീകരർ മതവിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ വിനോദസഞ്ചാരികളെ ലക്ഷ്യമിട്ടെന്ന് UN രക്ഷാസമിതി നിരീക്ഷിച്ചു. സാഹചര്യത്തെ അന്താരാഷ്ട്ര പ്രശ്നമാക്കി മാറ്റാനുള്ള പാകിസ്ഥാന്റെ നീക്കത്തിനും യോഗത്തിൽ തിരിച്ചടി നേരിട്ടു. ഇന്ത്യയുമായുള്ള ഉഭയകക്ഷി നീക്കത്തിലൂടെ വിഷയം പരിഹരിക്കാനായിരുന്നു ഇസ്ലാമാബാദിനോട് മറ്റ് അംഗരാജ്യങ്ങൾ നിർദ്ദേശിച്ചത്. പാകിസ്ഥാൻ മിസൈൽ പരീക്ഷണം നടത്തിയതിൽ ഐക്യരാഷ്ട്രസഭ ആശങ്ക പ്രകടിപ്പിച്ചു. ഇന്ത്യയുമായുള്ള പ്രശ്നം ഉഭയകക്ഷി ബന്ധത്തിലൂടെ പരിഹരിക്കണം എന്നും പാകിസ്ഥാന് നിർദ്ദേശം നൽകി. ഇന്നലെയാണ് ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതി പ്രത്യേക യോഗം ചേർന്നത്. പഹൽഗാം ഭീകരാക്രമണത്തെ സുരക്ഷാ കൗൺസിൽ അപലപിച്ചു. ആക്രമണത്തിന്റെ ഉത്തരവാദികളെ തിരിച്ചറിയേണ്ടതുണ്ടെന്നും യോഗത്തിൽ ആവശ്യമുയർന്നു. വിനോദസഞ്ചാരികൾ മതത്തിന്റെ അടിസ്ഥാനത്തിൽ ലക്ഷ്യം വെക്കപ്പെട്ടത് ചില അംഗരാജ്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു. പാകിസ്ഥാന്റെ മിസൈൽ പരീക്ഷണങ്ങളും മറ്റും സാഹചര്യം വഷളാക്കാൻ കാരണമായെന്ന ആശങ്കയും പല രാജ്യങ്ങളും പങ്കുവച്ചു. ഫത്ത സീരീസിൽപ്പെട്ടതും 120 കിലോമീറ്റർ ദൂരപരിധിയുള്ളതുമായ സർഫസ് ടു സർഫസ് മിസൈൽ പാകിസ്ഥാൻ തിങ്കളാഴ്ച പരീക്ഷിച്ചിരുന്നു. അനൗപചാരികമായി നടന്ന സെക്യൂരിറ്റി കൗൺസിൽ യോഗത്തിന് ശേഷം UN പ്രസ്താവനകളൊന്നും പുറത്തിറക്കിയിട്ടില്ല. പാകിസ്ഥാന്റെ അഭ്യർത്ഥന മാനിച്ചായിരുന്നു പ്രസ്താവന പുറത്തിറക്കാതിരുന്നത്. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം രൂക്ഷമായിരിക്കെ സൈനിക നടപടി ഒന്നിനും പരിഹാരമല്ലെന്നും രാജ്യങ്ങൾക്കിടയിൽ സമാധാനം ഉറപ്പിക്കാൻ പിന്തുണ നൽകുമെന്നും ഐക്യരാഷ്ട്രസഭ അറിയിച്ചു. അതിനിടെ ഇന്ത്യ പാകിസ്ഥാൻ നയതന്ത്ര നടപടികൾ ശക്തമാക്കിയതിന് പിന്നാലെ മെയ് 7-ന് മോക്ക് ഡ്രിൽ നടത്താൻ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശം നൽകി. അതേസമയം രാജ്യതാൽപര്യത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്കെതിരായ നടപടിയുടെ വിശദാംശങ്ങൾ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി IT വിഭാഗം ആവശ്യപ്പെട്ടു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സമാധാനം ലക്ഷ്യമിട്ട് ഐക്യരാഷ്ട്ര സംഘടന രക്ഷാസമിതി കൂടിയാലോചന ആരംഭിച്ചിട്ടും നിയന്ത്രണ രേഖയിൽ തുടർച്ചയായ 12-ാം രാത്രിയും പാകിസ്ഥാൻ വെടിവെപ്പ് നടത്തിയിരുന്നു. ജമ്മു കാശ്മീരിലെ കുപ്വാര, ബാരാമുള്ള, പൂഞ്ച്, രജൌരി, മെന്ധാർ, നൌഷേര, സുന്ദർബാനി, അഗ്നൂർ എന്നിവിടങ്ങളിലാണ് വെടിവെപ്പ് നടന്നത്. പ്രകോപനമില്ലാതെയായിരുന്നു വെടിയുതിർക്കൽ. മറുപടിയായി ഇന്ത്യൻ സൈന്യം തിരിച്ചടിച്ചു. അതിനിടെ അടിയന്തര സാഹചര്യം നേരിടാനുള്ള മോക്ക് ഡ്രിൽ കഴിഞ്ഞ ദിവസം പഞ്ചാബിൽ നടന്നു. പഞ്ചാബിലെ ഫിറോസ്പൂരിലാണ് വെളിച്ചമെല്ലാം അണച്ച് ബ്ലാക്ക് ഔട്ട് ഡ്രിൽ നടത്തിയത്. രാത്രി അരമണിക്കൂറോളം വെളിച്ചം കെടുത്തി അടിയന്തര സാഹചര്യം വന്നാൽ നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ പരീക്ഷിച്ചു. രാത്രി 9-നും 9:30-നും ഇടയിലായിരുന്നു മോക്ക് ഡ്രിൽ. പഞ്ചാബ് സ്റ്റേറ്റ് പവർ കോർപ്പറേഷൻ ലിമിറ്റഡ് 30 മിനിറ്റ് നേരത്തേക്ക് വൈദ്യുതി വിച്ഛേദിച്ചു. മുതിർന്ന ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരമായിരുന്നു മോക്ക് ഡ്രില്ലെന്ന് ഫിറോസ്പൂർ ക്യാൻ പോലീസ് സ്റ്റേഷനിലെ SHO ഗുർജൻ സിംഗ് പറഞ്ഞു. പരിശീലനം പതിവ് തയ്യാറെടുപ്പിന്റെ ഭാഗമാണെന്നും പരിഭ്രാന്തരാകേണ്ട ആവശ്യമില്ലെന്നും ഡെപ്യൂട്ടി കമ്മീഷണർ ദീപ്ഷിക ശർമ്മ പറഞ്ഞു. അതിർത്തി സംസ്ഥാനങ്ങളിൽ ഇന്നു മുതൽ അടിയന്തര സാഹചര്യം നേരിടാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങും. പടിഞ്ഞാറൻ അതിർത്തിയിലെയും വടക്കേ ഇന്ത്യയിലെയും സംസ്ഥാനങ്ങൾ ഉടൻ തയ്യാറെടുപ്പ് നടത്താനാണ് കേന്ദ്ര സർക്കാർ ഇന്നലെ ആവശ്യപ്പെട്ടിരുന്നത്. അതേസമയം സിന്ധു നദീജല കരാർ മരവിപ്പിക്കുന്നതിന് പിന്നാലെ നദികൾക്ക് മേലുള്ള നിയന്ത്രണം കടുപ്പിക്കാനായി കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ തുടങ്ങാനാണ് ഇന്ത്യ ഒരുങ്ങുന്നത്. ഇത് ജലയുദ്ധമാണെന്ന് ആരോപിച്ച് പാകിസ്ഥാൻ രംഗത്ത് വന്നെങ്കിലും അതൊന്നും വകവെക്കാതെ മുന്നോട്ട് പോകാനാണ് ഇന്ത്യയുടെ നീക്കം. ശക്തമായി തന്നെ പ്രതികരിക്കാനാണ് ഇന്ത്യ ഒരുങ്ങുന്നത്. 12 ഗിഗാവാട്ട് ജലവൈദ്യുതി ഉൽപ്പാദനത്തിന് ആവശ്യമായ പദ്ധതികൾക്ക് സാധ്യതാ പഠനം നടത്താൻ കേന്ദ്ര ജലശക്തി മന്ത്രാലയം നാഷണൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ കോർപ്പറേഷനോട് നിർദ്ദേശിച്ചു. അതിനിടെ ചെനാബ് നദിയിലെ സലാൽ ഡാമിൽ നിന്നും ജലമൊഴുക്കും ഇന്ത്യ നിയന്ത്രിച്ചു. ബഗ്ലെഹാർ ഡാമിൽ നിന്ന് ഒഴുക്ക് നേരത്തെ നിയന്ത്രിച്ചിരുന്നു. കൂടുതൽ ഡാമുകളിൽ നിന്ന് ജലമൊഴുക്ക് തടയുന്നത് പരിശോധിക്കാൻ 50-ലധികം സാങ്കേതിക വിദഗ്ധരെ ഇന്ത്യ നിയോഗിച്ചു. ഇവരെ ഇന്ത്യ കശ്മീരിലേക്ക് അയച്ചു. പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് പാകിസ്ഥാനെതിരെ ഇന്ത്യ പ്രഖ്യാപിച്ച ഉപരോധ നടപടികളുടെ ഭാഗമായാണ് സിന്ധു നദീജല കരാർ മരവിപ്പിച്ചത്. ജലവൈദ്യുത പദ്ധതികൾ തുടങ്ങാൻ നേരത്തെ ഇന്ത്യ നീങ്ങിയെങ്കിലും നദീജല കരാർ വ്യവസ്ഥകൾ ഉയർത്തി പാകിസ്ഥാൻ എതിർപ്പുന്നയിച്ചതോടെ പണി നിർത്തിവെക്കുകയായിരുന്നു.